ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു ഫോർട്ട് കൊച്ചി ടു ക്ലിക്ക് സം പിക്ചേഴ്സ് വിത്ത് മോട്ടോറോള. ഇന്നത്തെ ദിവസം കുറച്ച് നൈസാണ്. നമ്മുടെ ഇന്ന് എത്ര എനിക്കറിയണ്ട, എന്തായാലും ഒരു 2 ദിവസം കൂടെ ഉള്ളൂ ഞാൻ നാട്ടിൽ. സോ അതിന് മുന്നേ ആയിട്ട് വി ആർ ഗോയിങ് ടു ഫോർട്ട് കൊച്ചി. സനി ഷൗമി 14 വീഡിയോ എടുക്കും. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കും, മോട്ടോറോള. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, പക്ഷെ കുറച്ചും കൂടെ എടുക്കണമെന്നുണ്ട്. നാളെ ഇതിൻ്റെ റിവ്യൂ ഇടണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ബൈ ഗൈസ്. ബൈ ദ വേ, ഭയങ്കര ചൂടാണ് ഗൈസ്. ഓ മൈ ഗാഡ്, എങ്ങനെയാന്തോ നമ്മളൊക്കെ ജീവിക്കാൻ പോണത് ഇങ്ങനെയാണെങ്കിൽ. ഒരു മഴ വന്നാൽ കൊള്ളാം. അതിൽ ഭയങ്കര ചൂടായി, ഒരു രക്ഷയില്ലാതെ ചൂട്. എന്തായാലും ഈ ഷർട്ട് നമ്മുടെ സീലിയോ എന്നാണ് കേട്ടോ, നമ്മുടെ ഡെവിൾ ഫ്രൂട്ട്സിൻ്റെ പ്രിൻ്റാണ്. ലൈക്ക് ഇറ്റ്, 1 piece കളക്ഷൻ ഓൺ സീലിയോ. ഞാൻ ചോദിക്കരുത് കമന്റ് സെക്ഷനിൽ, ചിലവർ ചോദിക്കാത്തതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ലെറ്റ്സ് ഗോ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഡേവിഡ് ഹോളിൻ്റെ ഫ്രണ്ടിലാണുള്ളത് ഗൈസ്. അവിടെ ഒരു അപ്പൂപ്പയും ഒരു നല്ല പ്രായമുണ്ട് ചേട്ടൻ കേട്ടോ, 6 pack ആപ്സ് അടേ. പുള്ളി അവിടെ നിന്ന് ക്രഞ്ചസും പുഷപ്പൊക്കെ എടുക്കണം. അങ്ങേരെ കാണിച്ച അവസാനം അങ്ങേര് എൻ്റെ ജീവിതം അയാളെ പെർമിഷൻ ഇല്ലാതെ എടുക്കുമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ മനുഷ്യൻ. ഞാൻ ഇപ്പോൾ ഡേവിഡ് ഹോളിൻ്റെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ നമ്മുടെ പയ്യന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ നമ്മുടെ സാംസങ്ങിന് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, M55. അതിന് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്തായാലും നോക്കാം. ലെറ്റ്സ് സീ. എനിവേസ് വെയിറ്റിംഗ് ഫോർ നിഹാൽ. അങ്ങനെ സനി ഷൗമി 14 അൾട്രയിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫോണുണ്ട് എൻ്റെ കയ്യിൽ, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതാണ് ഫോർട്ട് കൊച്ചി പാർക്ക് കേട്ടോ. ഇത് ഫോർട്ട് കൊച്ചിയിലൊരു പഴയ അപ്പാർട്ട്മെൻറ്റാണ്. എന്തരോ ആണ് എൻ്റെ പേര്. ആൻഡ് വി ഹാവ് ദ ലെജൻഡറി ഫോർട്ട് കൊച്ചി പാർക്ക്. പിന്നെ നമ്മുടെ ഈ ഹോട്ടലൊക്കെ ഭയങ്കര പഴയ ഹോട്ടലാണ്, ഹെറിറ്റേജ് സാധനങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ മനോജ് കെ ജയൻ ഇത് ബിലാൽ സിനിമയിൽ എന്നിട്ട് ബിഗ് ബി സിനിമയിൽ മറ്റേ ചായക്കട ഇട്ടിരുന്നത് ഇവിടെയാണ്. ഇത് മറ്റേ ലെജൻഡറി ആയിട്ടുള്ള പ്രിൻസസ് സ്ട്രീറ്റ്. സനി അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് വാട്ടർ മെട്രോ സ്റ്റേഷൻ ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇതായിട്ട് കയറിയിട്ടില്ല, കാരണം ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. സോ ഇതാണ് വാട്ടർ മെട്രോ ഒരു സ്റ്റേഷൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് നമ്മുടെ വെരി ഫേമസ് ആയ കാശി കഫേ. ഇവിടെയാണ് എല്ലാവരും വന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ചോക്ലേറ്റ് കേക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ കഴിക്കുന്നത്. വർക്ക് ചെയ്യുന്ന സനിയും നിഹാലും. എന്തിനാണ് എടുക്കുന്നത്? പൂനെയാണ് എടുക്കുന്നത്. ഇവളാ ഉറുമ്പിൻ്റെ ഫോട്ടോ എടുക്കുന്ന മാക്രോ ഫോട്ടോഗ്രാഫർ. ഞാൻ ആ സാധനം വെച്ച് അതൊക്കെ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. അത് വീഡിയോയിൽ ഒപ്പിയെടുക്കുന്ന നിഹാൽ. ചൂടെടുത്ത് മരിച്ചിരിക്കുന്ന ഞാൻ. എൻ്റെ അമ്മയുടെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു ക്ലൈമറ്റിൽ ക്യാമറ ടെസ്റ്റ് ഒന്നും ചെയ്യരുത്. ബിക്കോസ് നല്ല രീതിയിൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. എല്ലാ ഫോണും, ഐഫോണും ഇതും ഒക്കെ ചൂടെടുത്ത് നമ്മൾ വരെ മറ്റേ അവിഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ റിവ്യൂ വരുന്നുണ്ട്. ആൻഡ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോട്ടോറോള ഇസ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ്. നോ ഫിലിം ഷൂട്ടിംഗ് ഹിയർ, നോ ഹിൻഡറൻസ് ടു പെഡസ്ട്രിയൻ വെഹിക്കിൾ, നോ ലിറ്ററിങ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരാളുണ്ടോ ദിവം കേട്ടാ. എന്താണ് കാണിക്കുന്നത് ഗൈസ്? വാട്ട് ആർ യു ഗൈസ് ഡൂയിങ്? കൊച്ചിയിലൊരു വലിയ കടയായിരുന്നു, ടീപോട്ട് എന്ന് പറഞ്ഞത് അടച്ചു പൂട്ടി. ഭയങ്കര ഒരു വേറെ ലെവൽ വൈബ് എടുത്തായിരുന്ന ഒരു കഫേയാണ് കേട്ടോ ഇത്. ഇതേപോലെ വേറൊരു കഫേ അവിടെ ഉണ്ടേ, ലോഫേഴ്സ് എന്നൊരു. അയ്യോ, ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു, നോക്കട്ടെ കാണിച്ചു തരാം കേട്ടാ. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫർമാരുടെയും കിടിലം ഫ്രെയിമായ ഒരു വീട്ടിലോട്ടാണ്. ഇത് കണ്ടു, ആ ഒരു കാട് പിടിച്ച വീട് കണ്ട. ഇതൊരു ഹോം സ്റ്റേ ആണ്, പക്ഷേ എല്ലാവരും വന്ന് ഇവിടെ ഫോട്ടോ എടുക്കാറുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഫോർട്ട് കൊച്ചിയിൽ ഹോക്കി കളിക്കുന്ന പിള്ളേർ. അയ്യോ, ഒരു വലിയ മരം ബ്ലോക്ക് ചെയ്തു. ഭയങ്കര കളിയാണ് ഗൈസ്. ചക്ക് ദേ ഇന്ത്യ ഗൈസ്. ബിലാലിക്ക, അയ്യോ ഇത് എൻ്റെ ഇക്ക, പക്ഷേ ബാക്കിൽ ബിലാലിക്കാരെ വീട് ഗൈസ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വീടായ എത്ര എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വീടായി മാറിയിരിക്കുകയാണ്. സോ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, ഈ സമയത്തൊന്നും ആരും ഇങ്ങോട്ട് വന്ന് നടക്കരുത്. ഹൈഡ്രേറ്റ് ചെയ്ത് ചത്തു പോകും. മേക്ക് ഷുവർ ദാറ്റ് യു ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ ഓൾസോ. ഭയങ്കര ചൂട്, നല്ല ഹ്യൂമിഡിറ്റി. ഫോൺ ടെസ്റ്റിങ്ങിനും പറ്റൂല, ബിക്കോസ് ഭയങ്കരമായിട്ട് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. എന്താണെങ്കിലും ഫോർട്ട് കൊച്ചി ഇതൊക്കെയാണ് ഗൈസ്. നമ്മൾ നേരെ കിസ്സ കഫേയിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്
ഇന്നത്തെ കലാശക്കൊട്ട് ഇവിടെ നിർത്തുകയാണ്. പക്ഷേ വൈകുന്നേരം നമ്മൾ കാർത്തിക് സൂര്യയും ടീമുകളെയും കാണാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗ് രാത്രി കാണും. ഈ കഫേകളൊക്കെ കണ്ടു ഗൈസ്, നമ്മുടെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ കഫേകളിൽ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻസ് കിട്ടും. അതായത് ഇതല്ല അവിടെ പോയിട്ട് പിടിച്ചിട്ട് മീനെ കൊണ്ട് ഇവിടെ ഫ്രൈ ചെയ്തോ പാൻ ഫ്രൈ ചെയ്തോ ഒക്കെ നമുക്ക് തിന്നാൻ പറ്റും. ഞാൻ പറഞ്ഞ കഫേ അതോ അതാണ് കിസ്സ കഫേ. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, കാൾഡ് കാപ്പി തുടങ്ങിയ സാധനങ്ങൾ കിട്ടും. ദിസ് ഈസ് ഫോർട്ട് കൊച്ചീസ് ബ്യൂട്ടിഫുൾ ജംഗ്ഷൻ. അവിടെയാണ് ബസ് സ്റ്റാൻഡ്. ഇത് നല്ലൊരു മനോഹരമായ മരം. ഇത് ഫോർട്ട് കൊച്ചിയിലെ റോഡ്, ഫോർട്ട് കൊച്ചിയിലെ പേയ്മെൻറ്റ്, ഒരു ഹോട്ടൽ. നമ്മളെന്തെങ്കിലും കഴിച്ചിട്ട് വരാം കേട്ടോ. നല്ല നല്ല കടയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഫേയാണ് കിസ്സ. നൈസ് കഫേയാണ്. എന്തൊരു സുഖം, എന്തൊരു സുഖം. ദുൽഖറിൻ്റെ കടയെന്നാണ് പറയുന്നത്. പണ്ട് ഇത് തുടക്കം ദുൽഖറിൻ്റെ കടയായിരുന്നു. ആക്ച്വലി ദുൽഖറും ഷാനീരെ ആയിരുന്നു ഇത് സ്റ്റാർട്ടിങ്. പിന്നെ അത് മാറി. ദുൽഖറാണ് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തളർന്നിരിക്കുകയാണ് ഗൈസ്. സോ കിസ്സ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. നൈസ് ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ജ്യൂസ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വരണ്ടവരൊക്കെ വരാം. ഇങ്ങനത്തെ ചെയറൊക്കെ ഇടാം. കൊച്ചിയിലെ ജാനായ ഫോർട്ട് കൊച്ചി നിഹാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിഹാലിനെ വിളിച്ചാൽ മതി. എന്തടി സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഓടാൻ പോണ നിഹാലായിരുന്നു. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും കലിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നിഹാലിന് ഒരു വിളി. ഇവിടെ നിഹാലിനെ ഉള്ളു പിടിപാടില്ലേ. സ്കൂൾ പിള്ളേരെ അറേഞ്ച് ചെയ്ത് കൊടുക്കപ്പെടും. എന്ത് കലിപ്പ് സീൻ ഉണ്ടെങ്കിലും നിഹാലേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിഹാലിനാട്ടെ കണ്ട. ഇതാണ് ആയുധം. ഇതെടുത്ത തലക്ക് അടിച്ചു തരും. നിഹാലേന്ന് വിളിക്കുന്നതും അപ്പുറത്തും ഇപ്പുറത്തുള്ള LKG പിള്ളേരെ എന്തോ ചേട്ടാ വിളിച്ചോ നിഹാൽ. പക്ഷേ നിങ്ങള് തമാശ ഒന്നും പറയണ ഇല്ല. നിഹാല് എപ്പോഴാണ് നിങ്ങൾ വിചാരിക്കണ ഗിംബലൊന്നും അല്ല. അതിന്റെ അവിടെ വാളുണ്ട്. അതിന്റെ അകത്ത് അങ്ങനെ നമ്മൾ കാർത്തിക് സൂര്യയെ കാണാൻ വേണ്ടി പോവുകയാണ്. അവർ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ ഒരു 8:30-9 മണിയാവും. പക്ഷെ നമ്മളൊന്ന് സെൻട്രൽ മോൾ വരെ പോവുകയാണ് കുറച്ച് ഷീട്ടിയൊക്കെ മേടിക്കാൻ. സോ വി ഗോ ആൻഡ് ബൈ ആൻഡ് കം. ഓക്കെ, അപ്പോൾ ഈ ഫോൺ ഇപ്പം ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒന്ന് തറയിൽ വീണായിരുന്നു. ഒരു കുഴപ്പം പറ്റില്ല. ബിക്കോസ് എന്നുള്ളൊരു കേസ് ഉള്ളത് കൊണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറെ തട്ടിത്തടഞ്ഞൊക്കെയാണ് തറയിൽ വീണത്. അതുകൊണ്ടൊക്കെയാണ് പ്ലാറ്റിനെ വീണത് ചിലപ്പോൾ പൊട്ടിയാണ്. പക്ഷെ എന്തായാലും ടെമ്പർഡ് ഗ്ലാസ് മറ്റൊക്കെ ഒട്ടിച്ചിരിക്കണമെന്ന് കൊണ്ട് അയ്യോ ഒന്നും പറ്റിയില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റോസ് ടൗണിലോട്ട് പോവുകയാണ്. അവന്മാർ സമയത്തിന് എത്തിയാണ് 8 മണിയായി. മറ്റേ യൂഷ്വലി ഷാരു ഒരു 3 മണിക്കൂർ എടുക്കും റെഡിയാവാൻ. എന്ത് പറ്റിയെന്ന് എനിക്കും അറിയാം. ഞാനും ഞെട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ലേറ്റായി. ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്താണെങ്കിലും നേരെ റോസ് ടൗണിലോട്ട് പോവുകയാണ് ഗൈസ്. അവിടെ വെച്ച് നമുക്ക് കാണാം. നമ്മുടെ ഹംബിൾ അളിയനും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗോ ലെറ്റ്സ് ഗോ മീറ്റ്. ബട്ട് ഇറ്റ് ഈസ് എ മിറക്കിൾ ഗൈസ്. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. എനിക്കറിഞ്ഞൂടാ. ബർത്ത്ഡേ ഒന്നുമല്ല, ചുമ്മാ. പക്ഷേ ഞാൻ പറഞ്ഞ അവര് 8 മണി എന്ന് പറഞ്ഞാൽ 9:00 എത്തുള്ളൂ. അതങ്ങനെയാണ്. അത് നിങ്ങൾക്ക് കാർത്തിയല്ല ഷാരു. ഓ മൈ ഗാഡ്. എന്താണെങ്കിലും നമ്മൾ പോവുകയാണ് ഗൈസ്. നിന്നോട് മൂലം ചാരിയിരിക്കണം എല്ലാരും. ഹായ് ഗൈസ്. ഈ പൊട്ടി നിങ്ങളുടെ കാര്യം നേരത്തെ വരാൻ പറഞ്ഞു. അവനൊന്നും മനസ്സിലാവില്ല. ഫുഡ് വന്നിരിക്കുകയാണ്. ഞാൻ പറയണ ഗോചൂച്ചങ് ബുൾഗോയ്. സിമ്പിൾ കൊറിയൻ, നോർത്ത് കൊറിയൻ ഡിഷാണ് സുഹൃത്തുക്കളെ. ബീഫാണ്. ബീഫിന്റെ ടെൻഡർ സനി കഴിക്കാൻ പാടില്ലെന്നാണ് സനിയുടെ പേഴ്സണൽ ട്രെയിനർ പറഞ്ഞിരിക്കുന്നത്. എടാ ബീഫ് കഴിച്ചോളെന്ന് പറഞ്ഞേടാ സനി. ഇവന്ത് ലൈറ്റ് അടിച്ചാണ് അടച്ചു വേണേ. 15 അല്ലേ ഇരിക്കണത്. ഇടിക്കും ഞാൻ 15 വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. എന്തോ അങ്ങനെയുണ്ട്.
പോയി കഴിഞ്ഞു അത് എന്തൊരു രുചി കേസ് അത്. പോയാലെന്നാണ് അപ്പൊ സംഭവം. അളിയ ട്രൈ ചെയ്യാളിയ, അവനാണ് സത്യം, സനിയും അവനുമാണ് ഫുഡിന്റെ കാര്യത്തിൽ. ആ ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. ആ, പഴംപൊരിയാ സനി ബ്രോയുടെ ടിപ്പൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നീ ഇത് ഏതായാലും വീഡിയോ എടുത്തോണ്ടിരിക്കണത്. ഇതാ ആ, ഇത് ആ, ഇത് ഏത്? ഓ, ആ ഫോണിന്റെ പേരെന്താണാവോ? മാറിയോ ഫോൺ. എടാ മാറിയോ? എടാ ഊള. നിനക്ക് പകുതി കടിച്ച ആപ്പിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മാറിയോ ഫോൺ കേട്ടാ. ഇത് ഗൈസ്, ഇത് ഐഫോണാണ്. അവന്റെ ഒരു ഫ്ലാഷും. എന്തായാലും പ്രോൺസ് ഉണ്ടാ, ചിക്കൻ ഉണ്ട്, ലാമ്പ് ഉണ്ട്. കഴിച്ച് നമ്മൾ മത്താവാൻ പോവുകയാണ് ഗൈസ്. ഇവിടെ റാൻഡം ആയിട്ടുള്ള ഒരു അപ്ലോഡ് നടക്കുകയാണ് സനീയുടെ ചാനലില്. കൊള്ളാല്ലേ കഴിക്കടാ. ഫ്ലാഷ് മേടിച്ചിട്ട് കൊള്ളാല്ലേ? ചോറും മീൻകറി. എനിക്ക് കൊഞ്ച് ചുട്ടത് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. മിക്സ് ഗ്രില്ലാണ് കേട്ടോ ഇവിടുത്തെ നമ്മളെ റോസ്റ്റ് ആവില്ല, സൂപ്പർ. ശരണ്യയുടെ വലിയ ബുദ്ധിയിൽ കണ്ടുപിടിച്ച സാധനമാണ് ഈ ഗ്ലാസ് വീഴില്ല. പക്ഷേ ഇത് ഇങ്ങനെ സ്ലാൻഡ് ചെയ്ത് നിൽക്കും കേട്ടോ. പേരിനെ മുക്കി പൊരിച്ചത്. റംബോച്ചയുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷാണ് സുഹൃത്തുക്കളെ, പോച്ചയുടെ പേർ. ഇതാരടിച്ചത്? ഓ ഞാൻ സനിയല്ലോ ആയിരിക്കും, ഞാൻ പേടിച്ച്. പൂജ ഹാപ്പി അല്ലേ? ജെന്റിൽമെൻ ഇവിടുത്തെ ഷോ സ്റ്റോപ്പർ വന്നിരിക്കുകയാണ്. ലൈം പോസ്റ്റ് പേർ. ഇതാണ് പോസ്റ്റ് പേർ. സാധനമാണ്. ഒരു സ്പൂൺ, ഒരെണ്ണം. ഇപ്പൊ വല്ല എടുക്കൂടെ? ഇത് നിങ്ങളാണ് എന്നെ ഫേവറേറ്റ് ആക്കിയത്. അങ്ങനെ നമ്മൾ യാത്ര പറഞ്ഞു പോവുകയാണ് ഗൈസ്. ബൈ പൂജ ബേട്ടി. ബൈ ബൈ ബൈ. എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിന്റെ അത് പറഞ്ഞ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത സാധനം. ഇത് യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ യാത്രയാവുകയാണ്. ബൈ ബൈ ഗൈസ്. ലാസ്റ്റ് ഡേ. നാളെ ഞാൻ പോകും, ഇന്ന് ലാസ്റ്റ് ഡേ. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, എനിക്ക് സത്യം ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഗ്രില്ല് കഴിക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അത് മാറും, പറയാൻ പറ്റില്ല. പിന്നെ ഷിബുച്ചേട്ടൻ്റെ മുട്ടുകടയിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടം വരെ പോകണം, ഈ ചൂട് സമയം. അവിടെ പുറത്ത് അവിടെ മറ്റേ ഫാനും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഈ ക്ലൈമറ്റിൽ പറ്റൂല അങ്ങോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ എന്തിനാണെങ്കിലും ഫ്രണ്ട്സിനെയൊക്കെ പറ്റിട്ട് എല്ലാം അവിടെ എത്തും. ഓ ബൈ ദ വേ, ലിഫ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ, പരസ്യം. ബിക്കോസ് നമ്മളെല്ലാവരും മറ്റേ ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മറ്റേ ബോറടിച്ചിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത് നോക്കിയിട്ട് ഇങ്ങനെ മാനത്ത് നോക്കിയിരിക്കും. ആ സമയത്ത് പരസ്യങ്ങൾ കാണുന്നത് നല്ലതാണ്. ഗൈസ്, നമ്മുടെ ഫ്ലാറ്റിലെ നമ്മുടെ സ്വന്തം പൂച്ചയാണ്. ഇവിടുന്ന് വന്ന് നമ്മുടെ സ്വന്തമായ നമ്മുടെ പൂച്ച നീനാ തല്ലി കൊല്ലും ഞാൻ. എൻ്റെ റേഞ്ച് മാറിയിട്ടിരിക്കുകയാണ്. ഇന്ന് റേഞ്ച് റോവറിലാണ് പോണത് ഗൈസ്. ഇതാണ് റൈഡ്. നമ്മുടെ നെയ്ബറിൻ്റെ ആണ് കേട്ടോ, എൻ്റെ അല്ല. അയ്യോ തന്നെയോ? ഓഹോ മൈ കാറ്റ്, ടെക്നോളജി എന്നോള. ഇതാണ് ഓണർ കേട്ടോ, റേഞ്ച് റോവറിൻ്റെ ഓണറാണ് ഇരിക്കുന്നത്, അജാസും സനബേഗോ. ഇതാണ് ഹബീബി കട. ചേട്ടാ അല്ല, ഈ കട. ഇതാണ് ഹബീബി. കറങ്ങണ കോഴി കഴിക്കാൻ വന്നിട്ട് കറങ്ങണ കോഴി കഴിക്കാൻ ദുബൈയില് ഇത് കിട്ടൂല. ഈ സാധനം അവിടെയാണ് ജനിച്ച് വളർന്നത്. ഇത് വേറെ ലെവലാണ്, മറ്റേ മസാലയൊക്കെ പുരട്ടി. കടവന്ത്രപ്പാലം ഹബീബി. ഇത് കഴിക്കാനാണോ വന്നത്? എങ്ങനെയുണ്ട്? കൊള്ളൂല, ശോകമാണ്. അതെ പിന്നെ ലോഡഡ് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ ലോഡഡ് ഫ്രൈസ് വിത്ത് ചീസ് എന്ന് പറഞ്ഞിട്ട്, ഓ ഇത് ഭയങ്കര ചീസാണ്.
സനീര ചുട്ട കോഴി വന്നു, അല്ല കരിച്ച കോഴി, അല്ല റോസ്റ്റഡ് കോഴി. നോക്കണ്ട, നല്ല ചൂട്. അതിന്റെ പുറത്തുള്ള സാധനമാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. സിലോൺ പൊറോട്ടയും ചിക്കനും വന്നിരിക്കുകയാണ്. എന്താ അടിയ എന്താ പഴം തുണിയ? ഓ മൈ ഗാഡ്, ഇത് മുണ്ടായിട്ട് കൊടുക്കാല്ലേ? ഡയപ്പർ മാറ്റി ഇപ്പൊ ഡയപ്പർ. ഒരു അച്ഛന്റെ രോദനമാണ് ആ കേട്ടത്. ലാസ്റ്റ് ഗൈസ്, നല്ല ചിക്കൻ ഗൈസ്. ഇനി എങ്ങോട്ടോ? ഇനി എങ്ങോട്ടാ? അല്ലോ മിലാനോ? മറ്റേ മിലാനോ? അപ്പൊ ഫുഡ് സെറ്റായിരുന്നു. എന്താണെങ്കിലും ഇത് നമ്മൾ ഐസ്ക്രീം കഴിക്കാനേ മിലാനോ പോകുന്നു, ജലാറ്റോ കഴിക്കാൻ. നമ്മൾ സ്പുരുളി കഴിക്കാൻ, അല്ല മാംഗോ സോർബെ. മാംഗോ എന്തിനാ? സൺഡേയാ? മാംഗോ സൺഡേ കഴിക്കാൻ സനിയും പിള്ളേരും വന്നിരിക്കുകയാണ്. ഇത് ഇന്ന് സോനു കൂടെ കഴിക്കാൻ പോണ ഫ്ലേവർ ഇതാണ് കേട്ടോ, സ്പുരുളി. ഡിറ്റർജന്റ് ടേസ്റ്റ് ആണ് കേട്ടോ അത്. നീയല്ലേ പറഞ്ഞത് ഉണ്ടെന്ന്? സമയം എടുക്കും, കട്ട് ചെയ്ത് സമയം എടുക്കും പറഞ്ഞത്. പട്ട എന്നോടോ? അല്ല, കട്ട് ചെയ്തിട്ട്. ഓ അരിയായി. ഇവിടെ മാംഗോ സൺഡേ കഴിക്കുന്നു. സനി മാംഗോ സൺഡേ സനിക്ക് ഒരു സ്പൂൺ മാത്രം കൊടുത്താൽ മതി. വന്നു ഗൈസ്, മാംഗോ ഡുബ്ലെ. എന്തിനാ? ഓ ഒമ്പോ, അതാണ് എക്സ്പ്രസ്. നീ അവിടെ പോണം നോക്കിക്കൊണ്ടിരുന്നാണ്. അത് മിക്കവാറും വാനിഷിങ് കൂട്ടിയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നീ വിപ്പ് ക്രീം കഴിച്ചിട്ടാണോ കൊള്ളാന്ന് പറഞ്ഞോണ്ടിരിക്കണത്? ഇങ്ങനെ കുഴച്ചടിയണേ അത്. ഇതിൽ സോണിന്റെ റിയാക്ഷൻ കണ്ടിട്ടോ. എന്താണ് വിഷമിച്ചിരിക്കുന്നത്? അടുത്തത് വന്നു ഗൈസ്, 1, 2. ഇത് ഇവർക്ക് രണ്ടുപേർക്കും മാത്രം കേട്ടോ. ഈ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് വേണ്ട. അതാണ്ടാ ഇവന്. നീ എന്താ തിന്നണത്? ഞാൻ കഴിക്കാറില്ല ഗൈസ്. എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ കഴിക്കണെന്നാ. എന്നാലും നീ വിപ്പ് ക്രീം കഴിച്ചിട്ട് ഭയങ്കര എക്സ്പ്രഷനെ കേട്ടത് ഷോക്കായിരുന്നു. നീ ആവേശം കണ്ടില്ലല്ലേ? ഫാസ്റ്റിൽ മരിച്ചു. എന്ത് 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 ഞാൻ പേടിച്ചു. മഴ വീണു ഗൈസ്, മഴ ഗൈസ്, മഴ ഗൈസ്. കണ്ട എന്റെ ഐശ്വര്യം കണ്ട ഗൈസ്. ഇനി ഇവിടെ നിന്ന് പോകുമ്പോ ഇവിടെ മഴ. മേബി you unhygiene joke. This is my channel. Appy jokes. അല്ല, ഇതൊരു ടീസർ ആണ് എന്റെ ചാനൽ. ബെസ്റ്റ് അലമ്പ് ടീമുകൾ. നാളെ ഞാൻ പോവുകയാണ് ഗൈസ്. ഇനി നമ്മൾ ദുബായിലാണ്. അൽഷസം ഇസ് ബാക്ക് ഇൻ ദുബായ്. ആൻഡ് നമുക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് 3-ാം തീയതി ഒരു ഗെയിമിംഗ് പരിപാടിയുണ്ട്. പിന്നെ ഇറങ്ങുന്ന ദിവസം തന്നെ സിനിമകൾ. പണിയോട് പണി. എന്താണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. സോ ഇവരൊക്കെ പോവുകയാണ്. എല്ലാവരും ടാറ്റ പറയൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ നിങ്ങൾക്കും ടാറ്റ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ലൈക്ക്, സബ്സ്ക്രൈബ് മറ്റേതൊക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ എന്നെ മകൾ ബൈ, ടേക്ക് കെയർ.